Hi, welcome to Retro Cardigan. It's me, Nidin. Detective Ujjwalan കണ്ടു. ഇറ്റ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്. ഒരു കുറേ നാൾക്ക് ശേഷം ഒരു നല്ല നാടൻ സീരിയൽ കില്ലർ അല്ലെങ്കിൽ നല്ല നാടൻ ഡിറ്റക്റ്റീവ് സിനിമ കണ്ടൊരു ഫീലാണ് തോന്നിയത്. പേഴ്സണലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു സ്കൂബിഡു കാർട്ടൂൺ കണ്ട ഫീലായിരുന്നു. സ്കൂബിഡു അറിയാമല്ലോ, ഒരു നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖംമൂടി ധരിച്ചൊരു കില്ലർ അല്ലെങ്കിൽ മുഖംമൂടി ധരിച്ചൊരു പ്രേതം ഉണ്ടാവുകയും അവിടെ ആ നാട്ടിലേക്ക് ഒരു വാനിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രെഡ്, ഡാഫ്നി, വെൽമ, പിന്നെ ഫേവറേറ്റ് കോംബോ ഷാഗി ആൻഡ് സ്കൂബി, ഇവരെല്ലാം വന്നിട്ട് ആ കില്ലറെയോ അല്ലെങ്കിൽ ആ പ്രേതത്തെയോ, മുഖംമൂടി ധരിച്ച പ്രേതത്തെയോ കണ്ടുപിടിച്ചിട്ട് അവസാനത്തൊരു ഷോട്ടുണ്ട്. ആ മുഖംമൂടി മാറ്റി യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്തുന്ന ഒരു നല്ലൊരു സെഗ്മെൻറ്റ്. എല്ലാ കാർട്ടൂൺ സെഗ്മെൻറ്റിനകത്തും അത് ഇതേപോലത്തൊരു കഥ തന്നെയാണ്. പിന്നെ തുടങ്ങുമ്പോഴൊക്കെ അറിയാം, അതിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കാണത്തുള്ളൂ. നമുക്കറിയാം ഇന്നൊരു കഥാപാത്രം തന്നെയാണ് അതിന് പിന്നിലെന്നുള്ളത്. പക്ഷേ എങ്കിലും നമ്മളിന്ന് കാണും ഫുള്ള്. അതുപോലൊരു കഥയും കഥാപാത്രങ്ങളും അങ്ങനൊരു കഥ നടക്കുന്ന പരിസരങ്ങളുമാണ്. അതുപോലെ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എനിക്ക് ആ ഒരു ഫീലാണ് തന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം കാണിച്ചുകൊണ്ട് ഒരു താങ്ക്സ് ക്രെഡിറ്റ്സിൽ ഒരു ആനിമേഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഈ കോമിക്സിൻ്റെ പേജുകൾ, താളുകൾ മറിക്കുന്നത് പോലെ ഒരു സംഭവവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ട പഴയ ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ, അതായത് സി ഡി ഉണ്ണികൃഷ്ണൻ, സി ഡി മൂസ, പിന്നെ സി ഡി ദാസൻ ആൻഡ് വിജയൻ, ആ ഒരു ടീമിന് ഡയലോഗ്സൊക്കെ വന്നിട്ടൊരു ആനിമേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂബിഡുവിൻ്റെ പാട്ടും വരുന്നുണ്ട് അതിനകത്ത്. അതുപോലൊക്കെ തന്നെയാണ് സിനിമയുടെ സ്വഭാവവും. അങ്ങനെയാണ് എനിക്കൊരു മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് തോന്നിയത്. പിന്നെ നേരത്തെ അവരുടെ ടീം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക്, അതായത് മിന്നൽ മുരളിക്ക് ശേഷം ഇങ്ങനൊരു ഗ്രാമത്തിൽ ഇങ്ങനൊരു ഡിറ്റക്റ്റീവിനെ ആദ്യം ഇവർ ഒരു സൂപ്പർ ഹീറോയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ഇതിനകത്തൊരു ഡിറ്റക്റ്റീവിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഇങ്ങനൊരു ഡിറ്റക്റ്റീവ് വരുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഒരു മുണ്ടും കുറിയും, നെറ്റിയിൽ കുറിയും, പിന്നെ ഒരു പഴയ സ്കൂട്ടറുമായിട്ട് നടക്കുന്ന ഒരു നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ കേസുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ്. അങ്ങനെ ഒരു യൂണിവേഴ്സിലേക്ക് ഇങ്ങനൊരു കഥാപാത്രം വരുന്നത് എന്തുകൊണ്ട് നല്ലൊരു ഇതായിട്ട് തോന്നി. ഇനി വരുന്ന ഇവരുടെ യൂണിവേഴ്സിൽ ഇനി ഈ കഥാപാത്രങ്ങളെല്ലാം മാർവൽ കോമിക്സ് പോലെയോ അല്ലെങ്കിൽ DC പോലെയോ അങ്ങനെ എന്തെങ്കിലും വരും കാലങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ കഥാപാത്രങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു സിനിമ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രത്തിനൊരു ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. നല്ലൊരു സ്റ്റെപ്പ് തന്നെയായിരുന്നു. ആ യൂണിവേഴ്സിലേക്ക് എൻട്രി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റെപ്പ് തന്നെയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക, എൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ 2 ഡയറക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക്. ഇന്ദ്രനീൽ ആൻഡ് ഗോകുൽ, അവർ തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ഡയറക്ടോറിയൽ സൈഡ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയത് റൈറ്റിംഗ് സൈഡിൽ കുറച്ചുകൂടെ ഈ കഥാപാത്രത്തിന് കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമോഷണൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ അത് കഥയിലുണ്ടായിരുന്നു, ഒരുപാടങ്ങ് ഉപയോഗപ്പെടുത്തിയില്ല. അത് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര പവർഫുൾ ആയതിനെ, അല്ലെങ്കിൽ ആ കഥാപാത്രം ലിഫ്റ്റായി പോയതിനെ. അത് മാത്രമേ ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ, കുറവായിട്ട് തോന്നിയുള്ളൂ. പിന്നെ സിനിമാറ്റോഗ്രാഫി നല്ലതായിരുന്നു. എല്ലാം സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്സ് ആൻഡ് ട്രാക്സ്, പിന്നെ എഡിറ്റിംഗ്, ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം നന്നായിട്ട് തന്നെ അത് വൃത്തിയാവണം, നല്ല രീതിയിൽ തന്നെ
ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഓഫ്കോഴ്സ് നല്ലൊരു സിനിമ തന്നെയാണ്, നല്ലൊരു കൂൾ സിനിമ തന്നെയാണ് ഉജ്ജ്വലൻ. പിന്നെ നെറ്റിസൻസ് പറയുന്ന പോലെ നെറ്റിസൻസ് ഒരുപാട് പ്രൈസ് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ, ഒരു ഇൻ്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പ്രൈസ് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹം ഈ സിനിമയെ ഷോൾഡർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് വൈസ് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഒരു സിനിമയെ പരാജയപ്പെടുന്നോ വിജയപ്പെടുന്നോ ഒക്കെ വേറൊരു വശത്താണെന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആക്ടിങ് വൈസ് നല്ല ആക്ടർ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഭാവിയിൽ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു കാലിബറുള്ള ഒരു ആക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ തന്നെ അച്ഛൻ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഒരു കഥാപാത്രം സരോജ് കുമാറാണെന്ന് തോന്നുന്നു, 10 സിനിമകൾ അടുപ്പിച്ച് പരാജയപ്പെട്ടാൽ, ഒരു സ്റ്റാറിൻ്റെ 10 സിനിമകൾ അടുപ്പിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 11ാമത്തെ സിനിമ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബാക്കിയുള്ള പരാജയങ്ങളെല്ലാം ഇതാവും, ആൾക്കാർ മറക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഇത്രയും കോൺസിക്യൂട്ടീവായിട്ട് ഇത്രയും പരാജയ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ധ്യാൻ്റെ ഇതിന് മുന്നേ കണ്ട ഏറ്റവും നല്ല സിനിമകൾ ഇത്രയും നാളുകൾ എടുത്തു ഈ സിനിമയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് ഇത് വർക്കായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറും വിനീത് ശ്രീനിവാസനും ഇതുപോലൊരു കഥാപാത്രം, ഡിറ്റക്റ്റീവ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വടക്കൻ സെൽഫിയിലാണെന്ന് തോന്നുന്നു, വടക്കൻ സെൽഫിയിൽ തന്നെയാണ്, എന്തോ ഒരു ജാക്കോ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അത് നല്ലൊരു അതേപോലൊരു കഥാപാത്രം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ആ കഥാപാത്രത്തെക്കാളും കുറച്ചുകൂടെ പ്രൈസ് ചെയ്യപ്പെടും ഈ കഥാപാത്രം. ഒരു പക്ഷേ നാളെ ഇനി വരും കാലങ്ങളിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ കഥാപാത്രത്തിനൊരു എൻട്രി, നല്ലൊരു കൈയടി കിട്ടാൻ പറ്റുന്നൊരു രീതിയിലേക്കാണ് ഈ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നല്ലൊരു സിനിമ തന്നെയാണ്, നൈസ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു വെക്കേഷൻ ടൈമിലായാലും ശരി, എല്ലാ കുടുംബങ്ങൾക്കായാലും കുട്ടികൾക്കായാലും മറ്റെല്ലാവർക്കും നന്നായിട്ട് തന്നെ കണ്ട് കൂളായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന സിനിമയാണ്. എനിവേ വാച്ച് ഇറ്റ്. കൊള്ളാം ഉജ്ജ്വലൻ.